അഞ്ചാം ക്ലാസ് ഗണിതശാസ്ത്രം അഞ്ചാമത്തെ പാഠം ഭാഗങ്ങളുടെ എണ്ണം പാർട്ട് നമ്പർ എന്ന ഭാഗത്തെ ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യമായി പരിശോധിക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഇതായിരുന്നു. ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിറം നൽകിയിരിക്കുന്ന ചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ്? In the picture below, what part of the rectangle is colored? ഈ റെക്ടാങ്കിളിന്റെ എത്ര ഭാഗമാണ് കളർ ചെയ്തിരിക്കുന്നത് അഥവാ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചിത്രം നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ചിത്രത്തെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഭാഗത്തിനാണ് കളർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം 1/2 രണ്ടിലൊന്ന് ഭാഗം എന്നുള്ളതാണ്. രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നതിൽ ഒരു ഭാഗത്തിന് കളർ നൽകിയിരിക്കുന്നു. അപ്പോൾ രണ്ടിലൊന്ന് ഭാഗത്തിനാണ് കളർ നൽകിയിരിക്കുന്നത്. അല്പം കൂടി വ്യക്തമാകണമെങ്കിൽ ഒരു കഷ്ണം വെള്ള പേപ്പർ എടുത്ത് ഒരു ചതുരം റെക്ടാങ്കിൾ വരയ്ക്കുക. അത് കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുത്തതിന് ശേഷം ഇത്തരത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കോണോട് കോൺ ഒരു വര വരയ്ക്കുക. ആ വരയിൽ കൂടി മുറിച്ച് എടുത്തിട്ട് രണ്ട് ഭാഗവും പരസ്പരം ചേർത്ത് നോക്കുക. രണ്ടും തുല്യ ഭാഗങ്ങളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് രണ്ടിലൊന്ന് ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉത്തരം രണ്ടിലൊന്ന് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്ന സമചതുരത്തിന്റെ 1/3 ഭാഗത്തിന് നിറം നൽകൂ. ഈ ചിത്രം ആദ്യം 1/3 ഭാഗത്തിന് നിറം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ഈ സമചതുരത്തിന്റെ നീളവും വീതിയും അളന്നു നോക്കണം. എത്ര സെന്റിമീറ്റർ നീളമാണ് ഉള്ളത്? ആ നീളത്തെ 3 ഭാഗിച്ച് അതിൽ ഒരു ഭാഗത്തിന് നിറം നൽകുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള രൂപമായിരിക്കും നമുക്ക് ലഭിക്കുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യത്തിൽ ഒരല്പം വ്യത്യാസമുണ്ട്. കളർ 2/3 ഓഫ് ദ സ്ക്വയേഴ്സ് ബിലോ. 2 ഭാഗത്തിന് നിറം നൽകാനാണ് ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ചതുരത്തിന്റെ നീളം അളന്നു നോക്കുക. എന്നിട്ട് 3 ഭാഗങ്ങളായിട്ട് 3 തുല്യ ഭാഗങ്ങളായിട്ട് ഇതിനെ വിഭജിക്കുക. എന്നിട്ട് 2 ഭാഗത്തിന് നിറം നൽകാം. 2 ഭാഗത്തിന് നിറം നൽകുമ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിറം നൽകാം. 3 ഭാഗിച്ചതിൽ 2 ഭാഗത്തിന് നിറം നൽകുക. അല്ലെങ്കിൽ ഈ ഒന്നാമത്തേതിനും രണ്ടാമത്തേതിനും ഒരേ നിറം നൽകാം. അതല്ലെങ്കിൽ രണ്ടാമത്തതിനും മൂന്നാമത്തതിനും ഒരേ നിറം നൽകിയാലും ഉത്തരത്തിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണെങ്കിലും ഉത്തരം ശരിയാണ്. 3-ൽ ഏതെങ്കിലും 2 ഭാഗത്തിന് നിറം നൽകാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1 മീറ്റർ നീളമുള്ള ഈർക്കിൽ ഒടിച്ച് തുല്യ വശങ്ങളുള്ള ത്രികോണമുണ്ടാക്കി. ഒരു വശത്തിന്റെ നീളം എത്ര? ചോദ്യം ഇതാണ്. 1 മീറ്റർ നീളമുള്ള ഒരു ഈർക്കിൽ ഒടിച്ച് തുല്യ വശങ്ങളുള്ള ഒരു ത്രികോണമുണ്ടാക്കി. ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട് അല്ലെ? അപ്പോൾ 1 മീറ്ററിനെ 3 തുല്യ വശങ്ങളായിട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഒരു വശത്തിന്റെ നീളം. അതായത് ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 1/3 മീറ്റർ ആയിരിക്കും. 1 മീറ്ററിന്റെ 1/3 ഭാഗമാണ് ഒരു വശം. 1/3 മീറ്റർ ആണ് ഒരു വശം. ഇംഗ്ലീഷ് മീഡിയം ചോദ്യത്തിൽ ഈ ചോദ്യം അല്പം വ്യത്യസ്തമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ത്രികോണത്തിന് പകരം ഒരു സ്ക്വയർ ആണ് നൽകിയിരിക്കുന്നത്. 1 meter long string is made into a square. What is the length of one side? 1 മീറ്റർ സ്ട്രിങ് ഒരു സ്ക്വയർ ആയിട്ട് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സ്ട്രിങ് കൃത്യമായി മടക്കി ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? അത് ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി 1 മീറ്ററിന് ഒരു സ്ക്വയറിന് എത്ര വശമുണ്ട്? സ്ക്വയറിന് 4 വശങ്ങളുണ്ട്. അപ്പോൾ 1 മീറ്ററിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നതിൽ ഒരു വശത്തിന്റെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് 1/4 4/1 മീറ്റർ. ഓരോ വശത്തിനും 4/1 മീറ്റർ വീതം ഉണ്ടായിരിക്കും എന്ന് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന വരയിൽ തുല്യ അകലത്തിലുള്ള ചില ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ABCDEFG. ഈ വരയിൽ ഓരോ ബിന്ദുക്കളും
തുല്യ അകലത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എ ഡിയുടെ നീളം ആകെ നീളത്തിന്റെ എത്ര ഭാഗമാണ്? എ സിയുടെ നീളമോ എ ഇയുടെ നീളമോ? ഇൻ ദ ലൈൻ ബിലോ ഈക്വലി സ്പേസ്ഡ് ഡോട്ട്സ് ആർ മാർക്ക്ഡ്. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ലൈൻ ഈസ് ദ ലെങ്ത് എ ഡി? വാട്ട് അബൌട്ട് ദ ലെങ്ത് എ സി ആൻഡ് എ ഇ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കാം, എത്ര ഭാഗങ്ങളായിട്ടാണ് ഇതിനെ മുറിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. എത്ര ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? 7 ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എ ബി സി ഡി ഇ എഫ് ജി എന്നീ 7 ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 7 ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയപ്പോൾ ഈ വര അല്ലെങ്കിൽ ഈ രേഖ എത്ര ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്? 1 2 3 4 5 6 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡിയുടെ നീളം ആകെ നീളത്തിന്റെ എത്ര ഭാഗമാണ്? 6 ഭാഗത്തിൽ എത്ര ഭാഗമാണ് എ ഡി? നോക്കാം. 1 2 3 3 ഭാഗങ്ങളാണ് എ ഡി എന്ന് പറയുന്നത്. അതായത് എ ഡിയുടെ നീളം എന്ന് പറയുന്നത് 6ൽ 3 ഭാഗമാണ്. എ സിയുടെ നീളമോ? എ സിയുടെ നീളം നോക്കുക. എ ബി ബി സി 2 ഭാഗങ്ങൾ, 6ൽ 2 ഭാഗമാണ് എന്ന് കാണാൻ സാധിക്കും. 2/6. എ യുടെ നീളമോ നോക്കാം. 1 2 3 4 ആകെ 6 ഭാഗമുള്ളതിൽ 4 ഭാഗമാണ് എ ഇയുടെ നീളം എന്ന് കാണാൻ സാധിക്കും. എ ഇ സമം 4/6 4/6 എന്ന് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചിത്രത്തിൽ നിറം നൽകിയിരിക്കുന്നത് സമചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ്? വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ എബോ ഈസ് കളേർഡ്? ഈ ചിത്രം ഒരു സമചതുരമാണ് എന്ന് കണ്ടാൽ മനസ്സിലാവും. അതിന്റെ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ എത്ര ഭാഗമായിട്ടാണ് മുറിച്ചിരിക്കുന്നത് നോക്കാം. ഇതിനെ 1 2 3 4 ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെ. ഈ 4 ഭാഗങ്ങളിൽ എത്ര ഭാഗത്തിനാണ് നിറം നൽകിയിരിക്കുന്നത്? 1 2 ഭാഗത്തിന്. അതായത് ചിത്രത്തിന്റെ 4ൽ 2 ഭാഗം 2/4 4ൽ 2 ഭാഗത്തിനാണ് നിറം നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന ചതുരത്തിന്റെ 2 ഭാഗത്തിന് നീല നിറവും ബാക്കി ഭാഗത്തിന് പച്ച നിറവും നൽകുക. പച്ച നിറം നൽകിയത് ചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ്? കളർ 2/3 ഓഫ് ദ റെക്ടാംഗിൾ ബിലോ ബ്ലൂ ആൻഡ് ദ റിമൈനിങ് ഗ്രീൻ. വാട്ട് പാർട്ട് ഈസ് കളേർഡ് ഗ്രീൻ? ഇതാണ് ചോദ്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ചതുരത്തെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കണം. ഇതിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് എങ്ങനെ മുറിക്കാനായിട്ട് സാധിക്കും? ഈ ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്ററും വീതി 3 സെന്റിമീറ്ററുമാണ്. ഇതിനെ പല രീതിയിൽ നമുക്ക് 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കാൻ സാധിക്കും. ഒന്നുകിൽ ഇതിന്റെ നീളം കൃത്യമായിട്ട് അളന്ന് അതിനെ 3 ഭാഗങ്ങളായിട്ട് മുറിക്കുക, അല്ലെങ്കിൽ വീതിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിലും മുറിക്കാം. ഇവിടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ നീളം 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 6 സെന്റിമീറ്റർ ഉള്ള ആ ഭാഗത്തെ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി കഴിയുമ്പോൾ ഓരോ ഭാഗത്തും എത്ര വീതം വരും? 6/3 = 2 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ 2 സെന്റിമീറ്റർ വീതമുള്ള 3 ഭാഗങ്ങളായിട്ട് മുറിക്കാം. അല്ലെങ്കിൽ ഈ വീതി ഭാഗത്തെ കൃത്യമായിട്ട് 3 ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ വീതമുള്ള 3 ചതുരങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഈ നീളം ഉള്ള ഭാഗത്തെ കൃത്യമായിട്ട് 3 ആയിട്ട് മുറിക്കുകയാണ്. 3 തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റുന്നു. 3 തുല്യ ഭാഗങ്ങളായിട്ട് മാറ്റുമ്പോൾ 1 2 3 ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ലഭിക്കും. ഇതിൽ 3ൽ 2 ഭാഗത്തിന് നീല നിറം നൽകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. 2 ഭാഗത്തിന് ഏത് നിറമാണ് നൽകേണ്ടത്? നീല നിറം നൽകുക. 2 ഭാഗത്തിന് നീല നിറം നൽകിയിരിക്കുന്നു. ബാക്കി വന്ന ഭാഗത്തിന് എന്ത് നിറം നൽകണം? പച്ച നിറം നൽകണം. പച്ച നിറം നൽകി. അടുത്ത ചോദ്യം എന്താണ്? പച്ച നിറം നൽകിയത് ചതുരത്തിന്റെ എത്ര ഭാഗത്തിനാണ്? നോക്കിയാൽ മനസ്സിലാവും. ഈ ചതുരത്തിന് എത്ര ഭാഗമായിട്ട് നമ്മൾ മുറിച്ചു? 3 ഭാഗമായിട്ട് മുറിച്ചു. അതിൽ എത്ര ഭാഗത്തിന് പച്ച നിറം നൽകി? 1 ഭാഗം. അതായത് 1/3 ഭാഗം, അതായത് അല്ലെങ്കിൽ 1/3 പാർട്ടിനാണ് പച്ച നിറം നൽകിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. താങ്ക് യു.